അതെ അതെ. ഇപ്പൊ ഇതില് ഒരു കോമഡി പേര് വന്നാണ്ടാവും തോന്നുന്നു രണ്ടുപേരുടെ അല്ല അല്ല അങ്ങനെ സിനിമ നമ്മളെ പഞ്ചായത്ത് ചെട്ടി അത് പൂർത്തിയായി. ഇനിയിപ്പോ അടിപൊളിയാണ്. എനിക്കൊന്ന് പ്രവാസികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരിപാടി മറിമായ. അവരെപ്പോഴും അവർ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കിയ റൂമിലേക്ക് വന്ന് അത് ഈ ഓണാക്കിയിട്ട് വെച്ച്. അതെ, മമ്മൂട്ടിയൊക്കെ സ്ഥിരം കാണുന്നതാണ് മറിമായ. ഭാര്യ പ്രസവിച്ച സമയത്ത് ഗൾഫിൽ നിന്ന് ആൾക്കാർ വരണ്ട് കാണാൻ വേണ്ടി. പ്രസവത്തിന് 2 ദിവസം മുമ്പേ അങ്ങനെ ഉണ്ട്. എന്നെ മിക്കവാറും ഡൈവോഴ്സാണ് കെട്ടി അന്ന്. കാര്യമായിട്ട് ഓളെ അച്ഛൻ ഞെട്ടിപ്പോയി. അവളെ ഒരിക്കലും നാടകക്കാരൻ അറിഞ്ഞിട്ടല്ല കല്യാണം കഴിച്ചത്. അങ്ങനെ നാടകക്കാരനാണ് അഭിമാനത്തോടെ പറഞ്ഞിട്ട് ആ കല്യാണമല്ലോ ഒഴിവായ ആളാണ്. അപ്പനാ പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു മലബാറുകാരുടെ കൂട്ടായ്മയാണ് അല്ലേ? തീർച്ചയായിട്ടും. ആദ്യത്തെ അച്ഛൻ അമ്മ മലയാളിയാണെങ്കിലും ഫുൾ വളർന്നുകൊണ്ട് എൻ്റേതും അങ്ങോട്ട് തമിഴിലാണ് കൂടുതൽ ചായവ്. ഞാൻ ഇങ്ങനത്തെ ഒരു നിമിഷം ഞാനൊരു ആക്ടറെ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റെക്ക് ചെയ്തു പോവാ. തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഊട്ടി വന്നിട്ട് അരിയെടുത്ത് പറയുന്നൊരു സാധനം ഉണ്ടോ പോരാന്ന് പറയും. അപ്പോൾ ഭയങ്കര ശല്യം. വിളിച്ചുകൊണ്ട് 5-6 കോള് നിങ്ങൾ വരണം നിങ്ങൾ. ഞാൻ ഒരു വേഷം വേറെ ആരൊക്കെ ആക്കിയാൽ പോരെ. അല്ല അത് പറ്റില്ല നിങ്ങൾ വേണം. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വരണമെന്ന് പറയാൻ പിന്നെ കുറേ ഉണ്ടാവുമ്പോൾ ഈ ഡയലോഗ് ഇട്ട് പറഞ്ഞിട്ട് പോയതാ. രാവിലെ എത്തി കുളിച്ചാടക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഡയലോഗ് വന്നിട്ടൊക്കെ ഒന്ന് നോക്കായിരുന്നു. എന്നാൽ നോക്കിയിട്ട് പറയാമല്ലോ, എളുപ്പമല്ല, കുറച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡയലോഗൊന്നുമില്ല. അതിനാ ഞാൻ അവിടുന്ന് അടുത്തേക്ക് വന്നിട്ട് കാസർഗോഡ് നിന്ന് ഡയലോഗ് ഇല്ലേ. ഞാൻ വെച്ച് ഡയലോഗ് ഉണ്ട് പറഞ്ഞല്ലേ വരുന്നത്. ഡയലോഗൊന്നുമില്ല. ഒരു ഡയലോഗ് ഉണ്ട്. അതെ, അഖിലേഷ് ചേട്ടൻ. അത് ഇങ്ങനെ പറഞ്ഞാൽ പോലെയായിരുന്നു. ഞാൻ 12 സെക്കൻഡാണ്. അതെ, അഖിലേഷ് ചേട്ടനാണ്. ഒറ്റ സാധന. ഞാനത് ഞെട്ടി. ഞാൻ വിചാരിച്ചു ഇത് സിനിമ ഒരു കാമുകനാണ് ഞാൻ. കാമുകിയുണ്ട്, നല്ല കാമുകിയുണ്ട്. ആ കാമുകിനൊക്കെ കണ്ട് ഞാൻ ഒരു ദിവസം ചെയ്തോ. തരുൺ ലാലേട്ടനെ വെച്ച് പടം തുടങ്ങിയിട്ട് വിളിച്ചോ അല്ലേ? അല്ല വിളിച്ചിരുന്നോന്ന് ചോദിക്കാം. വിളിച്ചിരുന്നു. അവസരം ചോദിച്ചോ? ഉണ്ടോ? ഏത്? അല്ല തരുൺ മൂർത്തി ലാലേട്ടൻ. തരുൺ നല്ല ബന്ധാണ്. അല്ല അതിൽ അല്ല അവസരം ചോദിച്ചോന്ന് ചോദിക്കാം. ഇല്ല ആളുണ്ടെങ്കിൽ എന്നെ വിളിക്കും. ഇഷ്ടരാഗം എന്ന സിനിമയിലെ താരങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഉണ്ണിരാജ, ജലജ റാണി. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷമാണ്. മെയ് 24 റിലീസാവാൻ പോവാണ്. പ്രകാശ് നായർ, അതുപോലെ സുരേഷ് രാമന്തള്ളി പ്രൊഡ്യൂസ്, ചന്ദ്രൻ രാമന്തള്ളിയുടെ തിരക്കഥയിൽ ജയൻ പൊതുവാൾ സംവിധാനം. ഇഷ്ടരാഗം ചാക്കോ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ സ്ഥിരം ചെയ്യുന്ന രീതി ഒരു വ്യത്യസ്ത വേഷമാണ്. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലെ ഒരേ മലയോര ഗ്രാമത്തിലെ റബ്ബർ കർഷകൻ്റെ ഒരാളാണ്. അപ്പോൾ വേറെ രീതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥിരം ഒരു തമാശ ആണ് ചെയ്തിട്ട്, തമാശ ഒന്നുമില്ല, ഒരു സീരിയസ് ക്യാരക്ടറാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷം തോന്നി. പക്ഷെ തമാശ ഇല്ലെങ്കിൽ കാരണം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഒന്ന് ആദ്യം ചിരിക്കും. നമ്മുടെ നടൻ സ്ക്രീനിൽ ഞാൻ ചിലപ്പോൾ തമാശ ഉണ്ണിയേട്ടൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ. അതെ സ്ഥിരം ചെയ്യുന്നതിനുള്ള മാറ്റമാണ്. നമുക്ക് ഇഷ്ടമാകുന്ന നമ്മൾ ഇഷ്ടത്തോടെ തമാശ ചെയ്യാനുണ്ട്. അതുപോലെ പുതിയ കഥാപാത്രം ഇങ്ങനെ വരുമ്പോൾ ചെയ്യണമല്ലോ. ഓരോ നടനെന്ന രീതിയിൽ പല രീതിയിലേക്കും പോകണ്ടേ. അപ്പോൾ നമ്മൾ സ്ഥിരം സമീപിക്കുന്നതെല്ലാം അല്ല. പല സിനിമകളും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. 10-65 സിനിമ ചെയ്തിരുമ്പോൾ അധികം തമാശ ആൾക്കാരെ എഴുതിയത് നേരത്തെ എഴുതി വെച്ചൊക്കെ ഉണ്ട് എന്നെക്കുറിച്ച്. അതിലും വലിയ ഭാഗ്യമാണ്. അപ്പോൾ അഖിലേഷ് ചേട്ടൻ എന്ന് പറയുന്നത് തരുമൂർത്തി 6 മാസം മുമ്പേ പടം തുടങ്ങുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം ഇന്റർവ്യൂ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ ആദ്യമേ കണ്ടു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച വലിയ കാര്യമല്ലേ, ചെറുതാണെങ്കിലും. അപ്പൊ നമുക്ക് ഓപ്പറേഷൻ ജാവ. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പല കഥ നേരത്തെ എഴുതി വെച്ചതും. പിന്നെ ഇപ്പം ഇതില്ലേ, പിന്നെ നദികളിൽ സുന്ദരി യമുനയിലെ ത്രൂട്ട് ഒരു വേഷം ചെയ്തിട്ടുണ്ട് ധ്യാനിന്റെ കൂടെ. അതൊക്കെ ആ സംവിധായകന്മാർ ആദ്യം എന്നെ കണ്ട് കഥ എഴുതുമ്പോൾ തന്നെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അത് ഉണ്ണിയേട്ടൻ ചെയ്ത് അവന് വേറെ നോക്കണ്ട എന്ന് പറയുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ചും വലിയ ഭാഗ്യം. അങ്ങനെ കുറേ സിനിമകൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പിന്നെ പറയും അത് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ അങ്ങനെ ഉണ്ടല്ലോ, ഓപ്ഷൻ നോക്കണ്ടെന്ന് പറയണ്ടല്ലേ, വേറെ നോക്കണ്ട, അത് ചെയ്യട്ടെ, അത് മാറ്റി വെച്ചേന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ എല്ലാം അല്ല, ചില ആൾക്കാർ അങ്ങനെ നമ്മൾ നേരത്തെ അയാൾ അത് ചെയ്യട്ടെ, അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചിന്തിച്ചത് എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം മറ്റേതെന്നാലും നമ്മളൊരു തമാശയൊക്കെ ചെയ്യും, അത് നമ്മളെ ഉറപ്പാണ്. നമ്മളെ രീതിയിൽ അങ്ങനെ ചെയ്ത് നമ്മൾ കൃത്യമായ ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് തമാശയിൽ. കാരണം പലപ്പോഴും ചിലപ്പോൾ ഡബ്ബിങ് സമയത്തെല്ലാം ഉണ്ണിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കമൽ സാറൊക്കെ ചെയ്യുമ്പോൾ
ചോദിച്ച ആളാണ് ഞാൻ. ഇതിനൊക്കെ വിവേകന്റെ വയറിന് മുമ്പേ പടവും ചെയ്തു കമൽ സാറിന്റെ. കമൽ സാറ് എന്നോട് പറയുമ്പോൾ ഞാൻ അസോസിയേറ്റ് പറഞ്ഞു, എടാ കമൽ സാർ അങ്ങനെയൊക്കെ പറയണ വലിയ പണിയുണ്ട്, കാരണം അയാളെടുക്കാത്ത സിനിമ സൂപ്പർ ഹിറ്റ് പടമല്ലേ. അപ്പൊ ഞാൻ എന്തോ ഒരു കൗണ്ടർ പറഞ്ഞു മതി, ഇഷ്ടമായി. അത് എന്നെ ഒന്ന് സാധാരണ നാട്ടിൻപുറത്തെ ഒരു കലാകാരനാണ്. അപ്പൊ എനിക്കത് ഭയങ്കര അഭിമാനമായിട്ട് തോന്നി. ഇപ്പൊ എങ്ങനെയാണ് ഇതിലൊരു ക്യാരക്ടർ ബുള്ളറ്റ് മേരി അല്ലേ? യെസ്, ബുള്ളറ്റ് മേരി എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. ഇഷ്ടരാഗം അത് പേര് കേൾക്കുമ്പോ ക്യാരക്ടർ എന്താ പറയാ, ഒരു ഭയങ്കര ബോൾഡ്. എന്താണ് ശരിക്കും പറയാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അവരൊരു എന്താ പറയാ ലേഡി മീൻസ് അവർ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ലേഡിയാണ്. മെട്രോ ടൈപ്പ് ക്യാരക്ടർ, നാടൻ ക്യാരക്ടറാണോ അതോ ഒരു മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടറാണോ? അല്ല, ഒരു ഈ നാടൻ ആ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ പക്ഷെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മേ ബി അവരുടെ അനുഭവങ്ങൾ കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകുക. അപ്പം അങ്ങനെയുള്ളൊരു ഇതാണ് അവരെ ലുക്സ്. ലൈക്ക് അതിൻ്റെ അകത്തുള്ള മുണ്ട് ഷർട്ട് ഇതൊക്കെയായിരുന്നു അവരുടെ വേഷം തന്നെ, ബുള്ളറ്റ് മേരിയുടെ. അപ്പം അങ്ങനെയുള്ളൊരു നല്ലൊരു വേഷം എനിക്ക് ജയൻ സാറ് തന്നു. കുറച്ച് പടങ്ങൾ ഫസ്റ്റ് മൂവി തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ പടം അത് കൊത്ത് ആ സിനിമ അദ്ദേഹം ഡയറക്ടറിനെ കാസ്റ്റ് ചെയ്ത് തന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും വലിയൊരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഇത് ഒരുപാട് സന്തോഷമുള്ള ഈ മൂവിയിലേക്ക് എത്തിയത് ഡയറക്ടർ. ഓഫ്കോഴ്സ് അതിൻ്റെ അകത്ത് രഞ്ജിത്ത് ഏട്ടൻ ഞങ്ങൾ ഒന്നിച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം സുരേഷ് രാമന്തലി ഇതിൽ പ്രൊഡ്യൂസറായിരുന്നു, പിന്നെ മ്യൂസിക് ചെയ്തിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത് രഞ്ജിത്ത് ഏട്ടൻ. അപ്പം ഡയറക്ടർ നേരിട്ട് വന്നു. അല്ലല്ല, അത് അദ്ദേഹമല്ല. പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ആക്ടറാണ്. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ സിനിമയിലേക്ക് ജയൻ സാർ എന്നെ കാണാൻ വന്നു. എനിക്ക് ഈ സ്റ്റോറി പറഞ്ഞത് എനിക്ക് മീൻസ് എൻ്റെ ഒരു പെർഫോമൻസ് അദ്ദേഹം കണ്ടിട്ടില്ല. ബട്ട് അത് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മുടെ പെർഫോമൻസ് ഒന്നും അറിയാതെ ഇത്രയും ഒരു വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു. ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മറ്റു സിനിമകളൊന്നും അവർ കണ്ടിട്ടില്ല. ബട്ട് എന്നെ പറ്റി കേട്ടിട്ട് ഞാൻ ചെയ്യും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻറ്റ് കൊണ്ടാണ് അദ്ദേഹം വന്നത്. ഉറപ്പായിട്ടും. കാരണം എൻ്റെ പെർഫോമൻസ് കാണാതെ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതെന്നെ കൊണ്ട് എനിക്ക് സംബന്ധിച്ചിടത്തൊരു പ്രൗഡാണ്. അതുപോലെ തന്നെയായിരുന്നു സിബി മലയിൽ സാറും. ലൈക്ക് അദ്ദേഹം കണ്ടു. ഓക്കെ, എന്നോട് ആദ്യം സിബി മലയിൽ സാറിൻ്റെ ഇനി ഹെയർ ഇതായിരുന്നില്ല, ഹെയർ ഗോൾഡൻ ഹെയർ ആയിരുന്നു. അപ്പോൾ സാറ് ഒറ്റൊരു കാര്യം എന്നോട് ചോദിച്ചിട്ടുള്ളൂ, ജലജ നിൻ്റെ ഹെയർ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഷുവർ സാർ, ക്യാരക്ടർ ആവാന്നാണ് എല്ലാവരുടെയും. യെസ്, പക്ഷെ അതിൽ എന്നെ കണ്ടാലും മനസ്സിലാവില്ല. ബിക്കോസ് ആ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കോമ്പിനേഷൻ ഇല്ല, ചൈൽഡ്ഹുഡ് ആണല്ലോ വരുന്നത്. അപ്പം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മൈ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞൊരു മൂവിൽ അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ്. പക്ഷേ എന്തോ അത് സിനിമ ഇറങ്ങിയില്ല. പിന്നെ പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം, മുഗൾപരപ്പ് അതിൽ സെക്കൻഡ് ഹീറോയിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർമ്മചിത്രം, പിന്നെ വേറെ പ്രതീക്ഷയുള്ളൊരു സിനിമ പിന്നെ അരയത്തി, സഹജൻ മവേരി സാറിൻ്റെ. അത് മീൻസ് അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്. പിന്നെ ഒരു ലൈക്ക് അയാൾ ഞാൻ തന്നെ, ജയചന്ദ്രൻ സാറിൻ്റെ ഡയറക്ഷനിൽ. അങ്ങനെ കുറച്ച് മൂവീസ് ഉണ്ട്. നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ക്യാരക്ടർ സിനിമ കോമഡി ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ടോ? കോമഡി അങ്ങനെ ഒരു കോമഡി പെയർ? കോമഡി ഇല്ലേ? ഒരു കോമഡി പെയർ വന്നാൽ നന്നാവും തോന്നുന്നു. അത് രണ്ടുപേരുടെ എനിക്ക് കോമഡി വഴങ്ങുമെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് കോമഡി കിങ് ആണ് അല്ലേ ഇദ്ദേഹം. മീൻസ് ആ കോമഡി അതെ അതെ. ഇപ്പൊ ഇതില് അല്ല, ആക്ച്വലി ഉണ്ണിയേട്ടൻ ഒന്നും പറയണ്ട. അദ്ദേഹത്തിന്റെ മുഖത്ത് അത് എന്തേലും പറയുമ്പോ ഉറപ്പായിട്ടും. കാരണം അതിൽ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതിപ്പം ജനങ്ങൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല. മീൻസ് ഓരോരോ ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ ആദ്യം നമ്മൾ കണ്ടത് വേറൊരു ഇത്. ഇപ്പൊ അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ മീൻസ് അപ്പം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാം. അത്രയും ഞാനും ആഗ്രഹിക്കുന്നത്. മറിമായം സിനിമ പഞ്ചായത്ത് ചെട്ടി അത് പൂർത്തിയായി. ഇനിയിപ്പോ അടിപൊളിയാണ്. അതിനെ കുറിച്ച് എന്താ പറയുക? അതിന്റെ പൂജയ്ക്കൊക്കെ നമ്മൾ ഗ്രാൻഡ് പൂജ, നല്ല എന്റർടൈൻമെന്റ് ആണ്. മമ്മൂക്ക ലൊക്കേഷനിൽ വരും എന്നൊക്കെ പറഞ്ഞു. അതെ അതെ അതെ.
എങ്ങനെ അതിന്റെ അതെ, അത് ഈ മാസം ചെയ്യേണ്ടതാണ്. പിന്നെ കുറേ പണം കുറച്ച് മാറ്റിയിട്ട് അവർ അടുത്ത നെക്സ്റ്റ് ഉണ്ടാവും. സെറ്റായി ഫുള്ള് അടിപൊളിയാണ്. അത് നല്ലൊരു രീതിയിലേക്ക് വരും. നല്ല കഥയാണ്. പിന്നെ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. എല്ലാ നാട്ടിലും അതുണ്ടാവും. ഒരു പഞ്ചായത്തിൽ നടക്കുന്ന കഥയാണെങ്കിലും അത് എറണാകുളത്തെ ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ടാവും. ആ വിഷയം കോർത്തിണക്കിയിട്ട് ആനുകാലിക സംഭവങ്ങൾ ഹാസ്യത്തിൻ്റെ ഒരു നർമ്മത്തിൻ്റെ ഒരു പ്രത്യേകതയിലൂടെ തന്നെ ആ സിനിമ പോകുന്നത്. അത് രസമാവും. അത് എല്ലാം ഞാൻ നല്ല രസമുള്ളൊരു വേഷം ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. അതിലൊരു നല്ല സീനൊക്കെ നമ്മൾ ചിരിച്ച സീനാണ്. നിങ്ങളിപ്പോൾ മറിമ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ആഴ്ച ഒരു എപ്പിസോഡായിട്ട് വരുന്നത് ഇതൊരു നിങ്ങളൊരു ഒരു സിനിമയിൽ നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങൾ അതെ സിനിമയിൽ നമ്മളെ മാത്രമല്ല പുറത്ത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അത് ഓഡിഷനൊക്കെ വെച്ചിട്ട് അവിടെ ഈ എറണാകുളം ശൈലിയിൽ സംസാരിക്കുന്ന കുറേ എടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിൽ സലീം കുമാർ ഒക്കെ ഉണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നല്ല സലീമേട്ടൻ എല്ലാ എപ്പിസോഡും കാണും. എല്ലാം ഒരുപാട് നടന്മാർ സംവിധായകന്മാർ എല്ലാം ഈ മറിമ സ്ഥിരം കാണുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ നമുക്കെല്ലാം അത് വലിയ ഗുണം ചെയ്യും. കാരണം ജീവിതത്തിലെ ഒരു പക്ഷേ നമ്മളൊരു 100 സിനിമയിൽ അഭിനയിച്ചാൽ പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് നടന്മാരുണ്ടാവും. ചെറിയൊരു വേഷം ചെയ്തിട്ടേ എന്നോട് പറഞ്ഞ കാര്യമാണ്. നമ്മളൊരുപാട് പക്ഷെ നമ്മൾ കുറച്ച് എപ്പിസോഡ് പിന്നെ നമ്മളെ ആൾക്കാരുടെ ഇടയിലുണ്ടാവും. കാരണം ഇത് യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, പിന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ പോകുന്ന ട്രോളായിട്ട് പോകും. പിന്നെ ആരൊക്കെയോ ഇതെടുത്തിട്ട് എൻ്റെ ഉണ്ണി ഷോർട്സ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. ഇതാരാണ് ചെയ്തത് എനിക്കറിയില്ല. പലപ്പോൾ നീ അടിപൊളി പൈസ ആക്കുന്നുണ്ടല്ലേ. ഞാൻ വെച്ചാൽ എങ്ങനെ നിങ്ങൾ വല്ല യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ണി ഷോർട്സ് നമ്മൾ ഫാനാണ്, ഞാനാണ് ലൈക്ക് ചെയ്യുന്നത്. ഞാൻ വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു ആക്റ്റീവ് അല്ല. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ സാധനം അത് ഇപ്പം അടുത്താ ഞാൻ കണ്ടുപിടിച്ചത് ഉണ്ട്. പോപ്പുലറാണ് എനക്കല്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ കൊണ്ട് അടിപൊളിയായിട്ട് എൻ്റെ ചെറിയ സാധനമൊക്കെ ഈലിന് എടുത്തിട്ട് ഇത്ര ചെറിയ സെക്കൻഡായിട്ട് എടുത്ത കേസില്ല എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് അടിച്ച് ഇടുന്നത്. അപ്പോൾ അത് നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നതാണ്. നമ്മൾ പലരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ 3 വയസ്സായ കുഞ്ഞി പെട്ടെന്ന് കൈ പിടിക്കും സ്റ്റേഷനിലെല്ലാം കണ്ടിട്ട്. ഒരു പരിചയമില്ലാത്ത കുഞ്ഞാ ഉണ്ണി മാമാന്ന് വിളിക്കും. ഞെട്ടി നോക്കുമ്പോൾ ചെറിയ കുട്ടിയാണ്. നമ്മൾ എത്ര സിനിമയിൽ ഉപയോഗിച്ചാലും വലിയ നടനാവണം അങ്ങനല്ല വേണ്ട അല്ലേ. ഇതിൽ മറിമായത്തോണ്ട് കിട്ടുന്ന ഒരു വല്ലാത്തൊരു സാധനമാണ് അത് ഞാനല്ല ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആ മറിമായത്തിൻ്റെ പിന്നെ എന്താ പറയുക സിറ്റുവേഷനിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ കുറച്ച് എപ്പിസോഡ് ചെയ്യും. അല്ലാണ്ട് നമ്മളെന്ന രീതിയിലല്ല. അത് മറിമായ ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര സംഭവമാണ്. അത് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്കൊന്ന് പ്രവാസികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരിപാടി മറിമായ. അവരെപ്പോഴും അവർ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കിയ റൂമിലേക്ക് വന്ന് അത് ഈ ഓണാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ റിലാക്സേഷൻ പോലെയാണ് ഈ ഭക്ഷണം കഴിച്ചിരുന്നത്. ആ ശൈലി അത് സംഭവം. അതേപോലെ പഞ്ചായത്ത് ചട്ടിയും ഇട്ട് നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ പടത്തിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര പ്രതീക്ഷയാണ് എന്നെ മറ്റേ ടെൻഷൻ ഉണ്ടോ? അതെ ഈ റാഫി സാറിൻ്റെ പടം ഉണ്ടല്ലോ, ദിലീപേട്ടൻ്റെ മറ്റേ വോയിസ് ഓഫ് സത്യനാഥൻ. അത് ഈ കൊറോണ സമയത്ത് പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു. അപ്പോൾ പിന്നെ അറിയുന്നത് ദിലീപേട്ടൻ ആണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ആ ഒരു നല്ല വേഷമാണ് അതിൽ ജയിൽ പുള്ളിയായിട്ട്. പുള്ളില്ലാതെ ഞാനുണ്ട് ദിലീപിൻ്റെ കൂടെ തന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കറക്റ്റാണ് എന്ന് പറഞ്ഞു വരും. ഞാൻ അറിയില്ല. നമ്മൾ റാഫി സാറിൻ്റെ പടമാണ്. നമ്മൾ വിളിച്ചു അത്ഭുതം ഡിക്സൺ സാറാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പോയി ഒരു 5-8 ദിവസം ഒന്നിച്ചുണ്ടായി. നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഡബ്ബിങ് സമയത്താണെന്ന് പറഞ്ഞത് നിങ്ങളെ കാസ്റ്റ് ചെയ്യുന്ന ആരാന്നറിയോ, ഇയാളെ കാസ്റ്റ് ചെയ്തായിട്ട് ഫോട്ടോ അടിച്ചിട്ട് മെസ്സേജ് കൊടുക്കുമ്പോൾ ഇയാളെ മതിയാ സാധനം ചെയ്യാം. അങ്ങനെ വലിയ കാര്യമില്ല. ഓരോ വലിയ നടൻ അങ്ങനെ ഒരുപാട് നടന്മാർ. അതെ മമ്മൂട്ടിയൊക്കെ സ്ഥിരം കാണുന്നതാണ് മറിബായ്. മമ്മൂട്ടിയാണ് നമ്മളെ മണി ഷോർണൂർ മണിയേട്ടനെല്ലാം ആ റോഡ് ഷോക്കിൽ ഇപ്പോൾ മമ്മൂട്ടിൻ്റെ ഇപ്പോൾ എല്ലാം ഇയാൾ മമ്മൂട്ടി സാറാണ് കാസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ എന്നെ ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില പോസ്റ്റ് ഇട്ടിട്ട് ഇയാളെ മതിയോ ചോദിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ ഉണ്ട്. എന്നോട് പറയും ഒരു വിനോദമായിട്ട് അങ്ങനെ കുറേ ആളുണ്ട് അടിച്ചിട്ട്. അപ്പം തമാശ ആണെങ്കിൽ ഇത് മതി അങ്ങനെയൊക്കെ ഗുണം ചെയ്യും. കാരണം അതായത് സീരിയലും സിനിമയും രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതിൻ്റെ ഒരു ഭാഗ്യമാണ്. പല ആൾക്കാർക്കും പറ്റില്ല. നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നാടകത്തിലെ എനർജിയാണ്. നമ്മൾ നാടകം സീരിയൽ രണ്ടും ഞാൻ കൊണ്ടുവരും. സിനിമ നല്ല തിരക്കാണ്. ഓൾറെഡി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ കലോത്സവം ഒരു 25 കൊല്ലം യാത്ര ചെയ്താണ് മൈമ നാടക മൈമ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ പ്രൈസ് മേടിച്ചോളൂ. 20 കൊല്ലം 20 വർഷം തുടർച്ചയായിട്ട്. ചിലപ്പോൾ 1-2 കൊല്ലം ഉണ്ടാവില്ല, കിട്ടണമെന്നില്ലല്ലോ. 20 കൊല്ലം അത് ഞാൻ അല്ലാതെ പറയുന്നത് അത് അഭിമാനമാണ്, അഹങ്കാരമല്ല. 20 തുടർച്ചയായി നിങ്ങൾ ആലോചിച്ച് നോക്കണം. 20 വർഷം അതിൻ്റെ ഇടയിൽ ഭാര്യ പ്രസവിച്ച സമയത്ത് ഗൾഫിൽ നിന്ന് ആൾക്കാർ വരണ്ട് കാണാൻ വേണ്ടി. പ്രസവത്തിന് 2 ദിവസം മുമ്പേ അങ്ങനെ ഉണ്ട്. ഞാനേ കലോത്സവ സമയത്ത്
എന്നെ മിക്കവാറും ഡൈവോഴ്സാണ് കെട്ടി അന്ന്. കാര്യമായിട്ട് ഓളെ അച്ഛൻ ഞെട്ടിപ്പോയി. അവളെ ഒരിക്കലും നാടകക്കാരെന്ന് അറിഞ്ഞിട്ടല്ല കല്യാണം കഴിച്ചത്. അങ്ങനെ നാടകക്കാരനാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞിട്ട് ആ കല്യാണമല്ലോ ഒഴിവായാളാണ്. ഞാൻ നാടകത്തിലെയും മറ്റേ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നാടകത്തിന് മറ്റേ ഇത് ചെയ്യുമ്പോൾ അതൊക്കെ പറയുമോ അഭിമാനത്തോടെ പറയും. നമ്മുടെ ശ്രീനിവാസ സാറ് സന്ദേശത്തിൽ പോയ പോലെയായിരുന്നു അന്ന്. അല്ല, ഈ നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സംഭവങ്ങളെ. നാടകം ഭയങ്കര എനർജിയാണ്. ഞാൻ സിനിമയിലേക്ക് എത്താൻ കുറച്ച് വൈകിയില്ലേ? എന്നിട്ട് അങ്ങനെയാണെങ്കിൽ കുറേ വർഷം സ്റ്റേജിലും പെർഫോം ചെയ്തിട്ടില്ല. അതെന്താ വൈകിയതാണോ? എനിക്ക് രഞ്ജിത്ത് സാറല്ലേ കണ്ടുപിടിച്ചത്? അത് വൈകി പോയതാണോ സിനിമയിലേക്ക്? അത് പിന്നെ ഈ രംഗത്തേക്ക് വന്നതല്ലേ ഫസ്റ്റ് എൻ്റെ സുഹൃത്ത് പ്രദീപാണ് ഈ രംഗത്തേക്ക് ഈ മറിമായൻ ചാനലിലേക്ക് കൊണ്ടുവന്നില്ല. അവൻ ആ രസമല്ലേ, നമുക്കൊന്ന് ചെയ്യാൻ നിർബന്ധിച്ച്. ഞാൻ ഇത് മാറി നിന്നിട്ടുണ്ട്. എന്താ പറയുക, ഞാനൊരു സിനിമ ഷൂട്ടൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ആദ്യം കണ്ടത്. അല്ല, നാട്ടിൽ ഷൂട്ടിൽ ഇല്ല. ആളൊക്കെ കാസർഗോഡ് ഇപ്പോഴാണ് സിനിമേൻ്റെ ഷൂട്ടിങ് കാര്യമായിട്ട് വന്നത്. ഇപ്പോൾ ഒരു 6 കൊല്ലം 90 ശേഷമാണ് സിനിമ ഇഷ്ടംപോലെ വന്നത്. 90 ശേഷം എന്നാത്താം കേസ് കൊടുക്ക്, തിങ്കളാഴ്ച ശിക്ഷ, അങ്ങനെ ഒരുപാട് പടങ്ങൾ. സെന്ന സാറിൻ്റെ ദേശീയ അവാർഡ് കിട്ടിയ പടമല്ലേ. അപ്പം അങ്ങനെ പിന്നെ നാടകത്തിൽ നിന്ന് വന്നു, പിന്നെ സീരിയലിലേക്ക് വന്നു, സിനിമയും വന്നു. ഇപ്പോൾ നാടകം ഇഷ്ടത്തോടെ കാണുന്നുണ്ട്. നാടകം കാണാൻ പോകും. നാടകം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രം. ബാക്കി കാര്യങ്ങൾ അഭിനയിക്കുന്നതല്ലേ, അത് കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് 3-4 പടം ഇറങ്ങാനുണ്ട്. ഒരുപാട് പടങ്ങൾ, ഒരു 6 മാസത്തേക്കുള്ള പടങ്ങൾ പലതും ചെറിയത് വന്നിട്ടുണ്ട്. അതൊക്കെ സന്തോഷമാണ്. അതുപോലെ മറിമായം ചെയ്യുന്നുണ്ട്. മറിമായം മാറ്റില്ല. ഇപ്പം പല ചാനലും വിളിക്കുന്നുണ്ട്. ചാനലിൽ കണ്ടമാനം പോകാൻ പറ്റുന്നില്ല. കാരണം ഇതിലൊക്കെ കൃത്യമായിട്ട് മാറിപ്പോവും. സിനിമ നമുക്ക് വേണമല്ലോ, കൂടെ സിനിമകളും ചെറുത് ചെയ്യേണ്ടതുകൊണ്ട് മാത്രം. എന്തായാലും സന്തോഷമാണ്. ഇഷ്ടരാഗം എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകൻ കാണണം. കാരണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒരു സംശയമില്ല. രസകരമായ സിനിമയാണ്, നല്ല രസമാണ്. എല്ലാ രീതിയിലാണ്. പുതിയ നായകനും നായികയാണ് അല്ലേ? നായിക വന്നിട്ടുണ്ട്. നായിക കൂടി നമുക്ക് വിളിക്കാം. തീർച്ചയായും അവരെ കാണാം. അവരെന്താണ് പറയുന്നത് നോക്കട്ടെ. നായികേ അല്ലേ? ആദിത്യ എന്നല്ലേ പേര്? ആദിത്യ തടി കൂടിയിട്ടുണ്ടാ? ഫുഡ് നല്ലോണം കഴിച്ചല്ലേ? നായികയുടെ കാര്യം ഒരു കാര്യം, നായികനെ കുറിച്ച് 2 വാക്ക് ഉണ്ണിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ട് ഒന്ന് പൊക്കി പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട മകളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ആദിത്യ അല്ലേ? എൻ്റെ മോൻ്റെ പേര് ആദിത്യ രാജ്. ആദിത്യ എന്താണ് മകളായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞു? എൻ്റെ മോളാണ് ക്യാരക്ടർ. അതാ ചോദിച്ചാ എങ്ങനെയുണ്ടെന്ന് പറയട്ടാ. ഇഷ്ടരാഗത്തിലെ നായിക, അതായത് അപ്പനാണ് അല്ലേ? അപ്പനാ പറയുന്നത് ചാക്കോ അല്ലേ? പേടിപ്പിച്ചിട്ട് ഞാൻ. അപ്പോൾ അവള് സംസാരിക്കട്ടെ. നമ്മൾ നായക്കുട്ടിയാണ്. അപ്പൊ എന്താണ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ? എന്തായാലും സിനിമയിലേക്ക് ഫസ്റ്റ് പടമല്ലേ? എൻ്റെ പേര് ആദിത്യയാണ്. ഞാനിപ്പം ബിടെക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഇയർ സിവിൽ. ഞാനിപ്പം ചെന്നൈയിലാണ് പ്രസന്റ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ക്യാരക്ടർ പോലെ +2 ടൈമിലാണ് അഭിനയിച്ചത്. പിന്നെ ഞാനിപ്പം പ്രസന്റ്ലി ചെന്നൈയിലാണ് സെറ്റിൽഡ്. ഇതിന് മുന്നേ കാലിക്കറ്റ് ആയിരുന്നു. പിന്നെ നത്തിങ് ടു. ഇപ്പം നിങ്ങളൊരു മലബാറുകാരുടെ കൂട്ടായ്മയാണ് അപ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ സിനിമയിലേക്ക് എങ്ങനെ വന്നത്? ഈ സിനിമയിലേക്ക് ഞാൻ ആക്ച്വലി ഒരു 8th സ്റ്റാൻഡേർഡിലിരുന്ന് മോണാക്ട് ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ 2nd ഗ്രേഡ് ഉണ്ടായിരുന്നു, ഒരു 0.5. അപ്പോൾ എൻ്റെ കൂടെ അന്നൊരു മിസ്സ് വന്നായിരുന്നു, എൻ്റെ മ്യൂസിക്കിൻ്റെ മിസ്സായിരുന്നു. സോ ആ മിസ്സാണ് സാർ ഇങ്ങനെ കുറേ കുട്ടികൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, പോയി കാണുകയെന്ന് പറഞ്ഞു. സോ ഫൈനലി എൻ്റെ അടുത്ത് എത്തി. ഞാനിപ്പം കൂടി ഇരിക്കുന്നു. അപ്പോൾ +2 പഠിക്കുന്ന സമയത്താണോ ഈ സിനിമ ചെയ്തത്, അതോ +2 കഴിഞ്ഞ് +2 എക്സാം എഴുതിയിട്ടാണ് ചെയ്തത്? ഇതൊരു +2 കാര്യമല്ലേ ഇതിലെ നായിക കഥാപാത്രം? അപ്പോൾ റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നോ എന്തെങ്കിലും ഇതില്, അതോ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെയാണോ ചെയ്തത്? ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പിന്നെ എൻ്റെതായ ചെറിയ ചെറിയ സാധനങ്ങൾ. അത് എങ്ങനെയാണ് ഇപ്പം ഇവരെ കുറിച്ചൊക്കെ പറയാനുള്ളത്? 65 സിനിമ, അത് മാത്രമല്ല സ്റ്റേജ് 20 വർഷം നാടകവും. അച്ഛനെ കുറിച്ച് ആദ്യത്തെ അച്ഛമേഷാണോ ചേട്ടാ? ആദ്യത്തെ അച്ഛമേഷാണോ? ഉണ്ണിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യമായിട്ടും. ഞാൻ ഇതിൽ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ചെയ്ത സമയത്ത് പോലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉണ്ണിച്ചേട്ടനെ കുറിച്ച്. കാരണം ഞാൻ ഇവിടെയാണ് ഞാൻ ഉണ്ണിച്ചേട്ടനെ എനിക്കറിയാം ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ഞാൻ ആക്ടിങ് ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി തമിഴ് ഫാമിലിയിലായിരുന്നു. ഞാൻ മോസ്റ്റ്ലി അമ്മയൊക്കെ നല്ല തമിഴായിരുന്നു. അമ്മ മലയാളി ആണെങ്കിലും ഫുൾ വളർന്നുകൊണ്ട് എൻ്റേതും അങ്ങോട്ട് തമിഴിലാണ് കൂടുതൽ ചായ.
ചായ്വ്, അതായത് സിനിമ കാണുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് മലയാളം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ. പക്ഷെ അപ്പോഴൊക്കെ ഒരു കോമഡി ക്യാരക്ടറാണ് ചെയ്തത്. സോ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ സെക്കൻഡിൽ ക്യാരക്ടർ ചേഞ്ചസ്, അതൊക്കെ ഭയങ്കര മെൻഷനിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനത്തെ ഒരു നിമിഷം ഞാനൊരു ആക്ടറെ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റെക്ക് ചെയ്തു പോവാ. തീർച്ചയായിട്ടും ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആള് ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷെ അതിലൊരു അമ്മയല്ലായിരിക്കും, പക്ഷെ ഒരു ഒരു സ്നേഹം തരുന്നൊരു അമ്മയുടെ സ്നേഹം കുറെ കൊടുത്തു. യെസ്, റിയൽ ലൈഫിലും എനിക്ക് ഭയങ്കര ഫസ്റ്റ് മൂവിയാണ്. നമ്മളെ കോമ്പിനേഷൻ സീനുണ്ട്. അല്ല ഇപ്പൊ ആദ്യം പോലീസ് സ്റ്റേഷനല്ലേ, പിന്നെ ആ റൂം ഒന്നില്ലേ, പിന്നെ ബർത്ത്ഡേ പാർട്ടി അല്ലേ, അച്ഛനല്ലേ അപ്പൊ എന്തായാലും കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ. പിന്നെ മോളെ കാണുന്നില്ല വിഷയങ്ങൾ അങ്ങനെ കഥ പറയണ്ട അതല്ല ഫസ്റ്റ് മൂവിയാണ്. എങ്ങനെയുണ്ട് മോള് നന്നായി ചെയ്തിട്ടുണ്ട്. എന്നെ പേടിയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ. അപ്പൊ റാഗ് ചെയ്ത് പേടിപ്പിച്ചു അല്ല, റാഗ് ചെയ്ത് പേടിപ്പിച്ചതല്ലേ അല്ലേ? അല്ലാതെ പേടി ഉണ്ടായിരുന്നില്ല. ഉണ്ണിയേട്ടന്റെ അപ്പിയറൻസ് കണ്ടിട്ടാണോ പേടിച്ചത്? ആ അപ്പനുള്ള കുരുണ്ടായിട്ടേ എന്റെ അപ്പിയറൻസ് ശരി കറക്റ്റ്. എന്റെ അപ്പിയറൻസ് കണ്ടിട്ട് പേടിച്ചിരുന്നു കണ്ണ അതുകൊണ്ട് ചേട്ടാ കഴിഞ്ഞിട്ട് അപ്പിയറൻസ് ആണോ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള അപ്പിയറൻസ് ആണോ? അത് ഉണ്ണിയേട്ടനെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ചില കയ്യിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ചില സമയം ഞാൻ ക്യാമറയിലുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഉണ്ണിയേട്ടനൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ലാലേട്ടനെയൊക്കെ പറയുന്ന പോലെ അത് നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒന്നും ഇല്ല. അപ്പം മൈന്യൂട്ടായിട്ടുള്ള ക്യാമറയിൽ കറക്റ്റ് ക്യാപ്ചർ ആകുന്നില്ല. അതുപോലെ ഉണ്ണിയേട്ടൻ ചില സമയം ഞാൻ ഉണ്ണിയേട്ടനൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ ഈവൻ ഞാൻ അത് നമ്മൾ സ്ക്രീനിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് മോണിറ്ററിൽ നോക്കുമ്പോൾ ഇത്രയും മൈക്രോ ആക്ടിങ് അപ്പൊ തോന്നില്ല. അപ്പോൾ ആ മൈക്രോ ആക്ടിങ് കണ്ടപ്പോൾ ശരിക്കും സർപ്രൈസ്. അപ്പോൾ കുറച്ച് നമുക്ക് കുറെ പഠിക്കാനുണ്ട്. ഇവരൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാൻ തീർച്ചയായിട്ടും. ഇപ്പൊ കുറേ വേഷങ്ങൾ ചെയ്തല്ലോ പലതരം. ഇപ്പൊ ജോത്സ്യനായിട്ടും ജയിൽപ്പുള്ളിയായിട്ടും എല്ലാം. പിന്നെ ഇനി ഏതെങ്കിലും വേഷം ബാക്കിയുണ്ടോ ചെയ്യാനായിട്ട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല എന്നാലും ഏതെങ്കിലുമൊക്കെ ചെയ്യാത്ത വേഷങ്ങൾ. ചെയ്യാത്ത വേഷം ഞാൻ അങ്ങനൊന്നും ആഗ്രഹിക്കില്ല. ഞാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആര് തന്നാലും ചെറിയതോ വലുതൊന്നുമില്ല, വന്നു പോകുന്നതാണെങ്കിൽ ഞാൻ പോകും. ഇപ്പൊ സിനിമകൾ കുറെ എണ്ണം ചെയ്യുന്നുണ്ട്. മുമ്പേ അതോ ലൊക്കേഷനിൽ ചെന്നിട്ടാണോ പലതിന്റെ ക്യാരക്ടർ അറിയുന്നത്? പ്രിപ്പറേഷനൊക്കെ ഇപ്പൊ സമയം കിട്ടാറുണ്ടോ? അപ്പോൾ അതില്ല. ചില കാര്യങ്ങൾ നമുക്ക് പിന്നെ ഇപ്പം നമ്മൾ ഉദാഹരണം നമ്മൾ പിന്നെ കുറേ അനുഭവങ്ങളും പരിപാടി ഉണ്ടല്ലോ. നമ്മൾ വന്ന വഴികൾ അങ്ങനത്തെ ആയിരുന്നു. കഠിനായ സംഭവം. ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി പറയേണ്ട പെട്ടെന്ന് ഒരു കള്ളുകൂടിയെന്നൊന്നും പറയാൻ വേണ്ടി നമുക്ക് വിഷയമല്ല. നമ്മൾക്ക് ഒരുപാട് കണ്ടതും പിന്നെ നമ്മളെ ഉദാഹരണം ഈ ഒരിക്കൽ ഭയങ്കര മറിമായത്തിൽ വൈറലായ ഒരു സംഭവമുണ്ട്. റേഷൻ കടയിൽ നിന്ന് അരി മണപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ അത് ഭയങ്കര കാണാത്തവരില്ല ഞാൻ കേട്ടത്. അന്ന് ഏറ്റവും മില്യൺ ആൾക്കാർ കണ്ടത്. അതായത് ഓടി വന്നിട്ട് അരിയെടുത്ത് പറയുന്നൊരു സാധനം പോരാന്ന് പറയും. അപ്പോൾ കറക്റ്റ് പോരാ. അപ്പോൾ അവർക്ക് മനസ്സിലാവും കെട്ട് പൊളിക്കാനില്ല, ചാക്കു പൊളിക്കാനില്ല, അടുത്ത ആഴ്ച വരും. ഒരു പോകുന്ന സാധനമുണ്ട്. അത് ഭയങ്കര വരണം. എന്തുകൊണ്ട് ശരി, ഞാൻ റേഷൻ കടയിൽ ഒരു 9 ദിവസം പണിക്കുണ്ടായിനി തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആടെ വരുന്ന ഒരാളുണ്ട്. ഈ റേഷൻ കടയിലെടുത്ത് കുറച്ച് ആളുണ്ടാവും ചാക്ക മണപ്പിക്കുന്ന മണ്ണെണ്ണ മണപ്പിക്കുന്ന അങ്ങനെ സാധനമുണ്ട്. ഭയങ്കര അതിൻ്റെ മൂഡ് ഭയങ്കര സംഭവമാണ്. അങ്ങനെ റേഷൻ അരിയും പഴയ ആൾക്കാർ കറക്റ്റ് പറയും. നല്ലതാ മോശമെന്ന് ഇതിനെ നോക്കിയിട്ട് അതിലേ പോകാൻ പറയും. വന്ന് പോരാ നല്ലതാ മണത്തിട്ട് പറയും സംഭവം. അങ്ങനെ ഒരു സാധനമുണ്ട് പഴയ ആൾക്കാർ. അതുപോലെ എനിക്ക് ഇതിൻ്റെ അനുഭവം വെച്ചാൽ ഒരാളുണ്ട് സ്ഥിരം വന്ന് നോക്കി മണപ്പിച്ച് 2 എണ്ണം വായിലിട്ടിട്ട് കുറച്ചിട്ട് പോവും. പോരാട്ടാ അടുത്ത വരാൻ്റെ വരും അടുത്ത ആഴ്ച വരും, പുതിയ ചാക്ക് വരും. പണ്ട് അങ്ങനെയാണ്. കറക്റ്റാണ് പറഞ്ഞത്. ഇത് ഞാൻ ചെയ്തതാണ്. അത് അങ്ങനല്ല. അപ്പോൾ ഈ ഓരോ ക്യാരക്ടേഴ്സിൽ ഇങ്ങനെയുള്ള ഓരോ ഒബ്സർവേഷൻസ് ഈ റോഡ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. നമ്മൾ അപ്പുറത്തെ നാരായണി മീൻമുക്കുന്ന നാരായണി, കൃഷ്ണാട്ടൻ, പീഡക്കാരൻ, കോട്ടാട്ടൻ, അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, പഴയ ആൾക്കാരാണ്.
ഇവരുടെ ചില സംഭവം നമ്മൾ കിട്ടും. കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാലേ അവരെ വർത്താറുന്ന കുറേ കാര്യങ്ങൾ ഈ അഖിലേഷ് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അഖിലേഷ് ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. അല്ല അഖിലേഷ് ആദർശമായിട്ട് അവര് തരുമൂർത്തി ചെയ്തൊരു സാധനമാണ്. നമ്മൾ ഒരിക്കലും മോഡുലേഷൻ ഉണ്ടല്ലോ, അന്ന ഡയലോഗ് ഒറ്റ ഡയലോഗുകൾ അതേന്നോ അങ്ങനെ എന്തോ വരുന്നല്ലോ. 12 സെക്കൻഡാണ്. അതെ അഖിലേഷ് ചേട്ടനാണ്. ഒറ്റ സാധന 12 സെക്കൻഡ്. അതെ അഖിലേഷ് ചേട്ടനാണ്. അത് പല മോഡുലേഷൻ പറഞ്ഞു നോക്കിയിട്ടാണോ? ഓക്കെ, അയാൾ 6 മാസം മുമ്പേ എന്നെ മനസ്സിൽ കണ്ട ആളാണ്. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ്. കാരണം അയാളെ ഞാൻ അപ്പോൾ ഞാനന്ന് വരുന്നില്ല പറഞ്ഞാണ്. ഞാനൊക്കറിയില്ല, അന്നൊരു 2-3 വർഷം മുമ്പേ ആയില്ലേ. അപ്പോൾ അന്ന് ഒരു ദിവസത്തേക്ക് അപ്പോൾ ഞാൻ എന്തോ കലോത്സവം തിരക്കാം. അപ്പോൾ ആളുടെ ഭയങ്കര ശല്യം, വിളിച്ചുകൊണ്ട് 5-6 കോള്, നിങ്ങൾ വരണം, ഞാൻ ഒരു വേഷം വേറെ ആരൊക്കെ ആക്കിയാൽ പോരെ, അല്ല അത് പറ്റില്ല നിങ്ങൾ വേണം. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വരണമെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ ഉണ്ടാകുമ്പോൾ ഡയലോഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു വിചാരിച്ചു. അന്ന് ഡയലോഗ് കിട്ടാൻ വലിയ സംഭവം, ഡയലോഗ് കിട്ടില്ല വലിയ കാര്യമാണ്. ഈ ഡയലോഗ് ഇട്ട് പറഞ്ഞിട്ട് പോയതാ. രാവിലെ എത്തി കുളിച്ചാടക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആ ഡയലോഗ് വന്നിട്ടൊക്കെ ഒന്ന് നോക്കായിരുന്നു, എന്നാൽ നോക്കിയിട്ട് പറയാമല്ലോ, എളുപ്പമല്ല, കുറച്ച് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഡയലോഗൊന്നുമില്ല. അതിനാ ഞാൻ അവിടുന്ന് അടുത്തേക്ക് വന്നിട്ട് കാസർഗോഡ് നിന്ന് ഡയലോഗ് ഇല്ലേ, ഞാൻ വെച്ച് ഡയലോഗ് ഉണ്ട് പറഞ്ഞല്ലേ നമ്മൾ വരുന്നത്, ഡയലോഗൊന്നുമില്ല. ഒരു ഡയലോഗ് ഉണ്ട്, അതെ അഖിലേഷ് ചേട്ടൻ, അത് ഇങ്ങനെ പറഞ്ഞാൽ പോലെയായിരുന്നു. ഞാൻ ആർക്കും പറയാലോ, ഇല്ല അത് പറ്റില്ല, തരൺമു സാറാ നിങ്ങൾ തന്നെ വേണം നിർബന്ധിച്ച്. പക്ഷെ എന്ത് കാര്യമാണ് ഈശ്വര. ഞാൻ പോയി വൈകുന്നേരം 5 മണിക്കാണ് ഷൂട്ട്, ലാസ്റ്റ് ആ സീൻ. അവരൊക്കെ ഇത് അവർ വരുന്നത് പോലെ എടുത്തല്ലോ. മുട്ടി ഞാൻ വന്ന് അതെ അഖിലേഷ് അല്ല പറഞ്ഞ് സംഭവം നല്ല ചിരിക്കുന്നതിലുണ്ട് അവർ. എന്തപ്പോൾ സംഭവം നന്നായിട്ടേ ഒന്നും പറഞ്ഞില്ല. ഞാൻ പോയി, കാരണം സീനൊന്നും നമ്മൾ കാണുന്നില്ലോ, കഥാപാത്രം അറിയില്ല, എന്താണെന്ന് അറിയുമോ, സംഭവം അറിയില്ല, ഞാൻ എന്താ ഏതാണെന്നും അറിയില്ല. സാറത് എടുത്തിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ സിനിമ ഭയങ്കരമായിട്ട് ആ സാധനം വരെ അഖിലേഷ് ചേട്ടൻ എന്നുള്ള തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാനത് ഞെട്ടി. ഞാൻ വിചാരിച്ചു ഇത് സിനിമ ഒരു കാമുകനാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു കാമുകനാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ കാമുകിയുണ്ട്, നല്ല കാമുകിയുണ്ട്, ആ കാമുകിനൊക്കെ കണ്ട് ഞാൻ ഒരു രസം, അങ്ങനെ ഒരു രസമാക്കി സിനിമ. അങ്ങനെ ഞാൻ പറയുന്നത് എപ്പോഴും പുതിയ പിള്ളേരോടെല്ലാം പറയണ്ടേ, ചെറുത് വലുത് നോക്കണ്ട, പോയി ചെയ്തോ. തരുൺ ലാലേട്ടനെ വെച്ച് പടം തുടങ്ങിയിട്ട് വിളിച്ചോ അല്ലേ? അല്ല വിളിച്ചിരുന്നോന്ന് ചോദിക്കാം. വിളിച്ചിരുന്നു, അവസരം ചോദിച്ചോ? ഉണ്ടോ? ഏത്? അല്ല തരുൺ മൂർത്തി തരുൺ നല്ല ബന്ധമാണ്. അല്ല അവസരം ചോദിച്ചോന്ന് ചോദിക്കാം. ഇല്ല ആളുണ്ടെങ്കിൽ എന്നെ വിളിക്കും. സാറേ ഇപ്പം പുതിയ പടം മോഹൻലാലിൻ്റെ പടം ചെയ്യുന്നത് എനിക്കറിയാം, പിന്നെ നല്ല ബന്ധമാണ്, നല്ല കണക്ഷനാണ്. അതായത് നമ്മളെ മെസ്സേജ് കൊടുത്താൽ തിരിച്ചു വിളിക്കുകയും ചെയ്താൽ വിനീത് ശ്രീനിവാസൻ, അങ്ങനെ കുറേ ബന്ധങ്ങൾ നമുക്ക് എന്നും ഉണ്ട്. അത് അദ്ദേഹം പടം ചെയ്യുമ്പോൾ ചോദിക്കില്ല, ഉണ്ടെങ്കിൽ 100% വിളിക്കുക. എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഉണ്ണി ഒരു വരവ് വരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ധർമ്മൂർ സാർ പറഞ്ഞിട്ടുണ്ട്, അഖിലേഷ് ചേട്ടൻ വന്നതുപോലെ അത് വരും, ഞാൻ പറയുന്നു പറഞ്ഞു. പോരെ എപ്പോഴും മനസ്സിലുണ്ടാവുമായിരിക്കും, ഇനി വരുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് വരണം എന്നാണ് പറഞ്ഞത്. ആ കറക്റ്റാ. പക്ഷേ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അഖിലേഷ് ചേട്ടനായിരിക്കുമല്ലോ അത് എന്നോട് പറഞ്ഞേ. ഉണ്ണി വന്ന് ഗോളടിച്ചു എന്ന് ആൾ പറഞ്ഞതാ. ഉണ്ണി വന്നിട്ട് ആ ഗോളടിക്കല്ലേ, നമ്മൾ കളിച്ച അവസാനം ഒരു ഗോളടി, ആ ഗോളടിക്കാൻ പറ്റിയല്ലോ, വന്ന അത് മതി. അങ്ങനെയുള്ള വാക്കുകൾ എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചില സിനിമാക്കാരെ വിളിച്ചിട്ട് വേഷം തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ചെറിയ വേഷമാണെങ്കിൽ വലിയ വേഷമാണെന്ന് നോക്കലില്ല, എത്രയോ ത്രൂഔട്ട് വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് അല്ലേ നമ്മളൊരു അഭിനയിച്ച പുഷ്പാങ്കതൻ 1-ാം സമരം, അത് സത്യം പറഞ്ഞ നായകനാണ്. പറയില്ലാതെ നായകൻ എന്ന് പറഞ്ഞാൽ വേറെ ചെറിയ വേഷം ആരും വിളിക്കാണ്ട് പേടിച്ചിട്ട് പറയില്ല. ഞാൻ പിന്നെയും ഒരു വേഷം നായകന് വന്നു, ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, പിന്നെ ഇങ്ങനെ പോകുന്ന അതിന് വലിയൊരു പടം, അതിൻ്റെ പ്രൊമോഷൻ പടത്ത് വരും, ഞാൻ ചെറിയൊരു ദിവസം വേഷം ഒരു പക്ഷേ ഞാനായിരുന്നു അതിൽ. അതിന് തീർച്ചയായും അവർക്ക് ഓക്കെയാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അപ്പോൾ എനിക്ക് അങ്ങനൊന്നും വേണ്ട, ഞാൻ ചെറുത്ത് വന്ന് ഇങ്ങനെ രസമായിട്ട് പോവാം, പരിമായം ചെയ്യുക, അങ്ങനെ പോയാൽ മതി. വില്ലൻ റോള് ചെയ്യണമെന്നില്ലേ? വില്ലൻ റോള് ഒരു നല്ല ചെയ്യാം, അതൊക്കെ മാറ്റി വരും. ഒരു തവണ അങ്ങനെയൊക്കെ വരും. ഇപ്പൊ നാടകം ചെയ്തിരുന്ന സമയത്ത് പല വേഷങ്ങൾ ചെയ്തു. അന്ന് ചെയ്തുകൊണ്ടിരുന്നിരുന്ന അല്ലെ കയ്യടി വാങ്ങിയ ടൈപ്പ് ഓഫ് റോളുകൾ അങ്ങനെ ഏതെങ്കിലും ഇപ്പൊ ചെയ്യാൻ ബാക്കി ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു 3-4 പടം എൻ്റെ റിലീസ് ആവുന്നുണ്ട്. ഈ മെയ് മാസം തന്നെ 4-5 പടം ഉണ്ട്. പഞ്ചായത്ത് ചെട്ടി അല്ലെങ്കിൽ നമ്മൾ ഈ പടം, പിന്നെ കുണ്ടലപുരം, അതിൽ ത്രൂ ഔട്ട് വേഷം ഓട്ടോറിക്ഷക്കാരൻ്റെ. അതിന് ഓട്ടോറിക്ഷ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, അത് ഭയങ്കര രസകരമായിരുന്നു. ഓട്ടോറിക്ഷ എനിക്ക് ഡ്രൈവിംഗ് അങ്ങനെ അറിയില്ലായിരുന്നു, ഒരു ഡ്രൈവിംഗ് അറിയില്ല. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ പഠിക്കണം, പെട്ടെന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് അങ്ങാടെ പോയി വന്ന് അത്രമാത്രം, വേറെ അത് പിന്നെ ഇങ്ങോട്ട് വേണം കല്ലല്ലോ, ഒരു വണ്ടി വന്ന് അതിനെ പോയി കുത്തു. ഞാൻ അങ്ങനെ പഠിച്ച്, അങ്ങനെയല്ല നേരെ ഒന്ന് സിനിമക്ക് അത്യാവശ്യം അത്ര ആവശ്യമില്ലോ, അങ്ങനെ ഓട്ടോറിക്ഷ പഠിച്ച് അത്യാവശ്യം. പിന്നെ ഞാൻ ആടുന്നാന്ന് ഓരോന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചു. ഒരു ദിവസം ഇന്ദ്രൻസേട്ടൻ ബാക്കിൽ, മുമ്പിൽ നല്ല വലിയ വില കൂടിയ ക്യാമറ, ക്യാമറ, ഞാനൊരു വിലയില്ലാത്ത ഞാനും. അപ്പോൾ ഇത് എടുത്തിട്ട് റോഡ് മേലെ പോകണം,
ഓട്ടോറിക്ഷ പഠിച്ചു. ഇന്നേസായിട്ട് ചോദിക്കല്ലോ ഓട്ടോറിക്ഷയെല്ലാം പഠിച്ചല്ലോ ഉണ്ണി, അറിയാലോ. ഞാൻ അറിയാന്ന് പറഞ്ഞാൽ അറിയാതെ വേഷം പോണ്ടാർച്ച് നല്ല വേഷമല്ലേ. ഞാൻ പിന്നെ റോഡ് മൺ ലോറി ഇങ്ങനെ കാറെല്ലാം വരുന്നു, ഞാനിങ്ങനെ പോകുന്നു. ഞാൻ സ്വയം എന്നോട് ചോദിച്ചു ഞാനെങ്ങനെയാ ഇത് കൊണ്ടുപോകുന്നത്. പോയി അത് ഭയങ്കര ലെങ്ത്. ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്നതല്ല, ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. പുറത്തുള്ളവർക്കല്ലേ റിമോട്ടിൽ സംഭവം അവരെ ഇഷ്ടം. അങ്ങനെ അത് പിന്നെ നമ്മൾ പഠിക്കല. ഏത് കാര്യം അങ്ങനെ ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. അഭിനയം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും പഠിച്ചതൊന്നുമല്ലോ, അല്ല അക്കാഡമിക്കൊന്നും അല്ലല്ലോ. നമ്മളെ അനുഭവങ്ങളും ചില നമ്മൾ വിചാരിച്ച നേടാത്ത ഒരു കാര്യമില്ലാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ അത് ഞാൻ ചെയ്യും, അല്ലെ ഞാൻ ആ വണ്ടി ഓടിക്കും, കറക്റ്റല്ലേ? അല്ലേ അങ്ങനെയല്ലേ? അങ്ങനെ തീരുമാനിച്ച് നമ്മൾ ഓക്കെയാണ്, നമ്മൾ ചെയ്യും. ആ വിശ്വാസം എപ്പോഴും ഉണ്ടാകലുണ്ട്. അപ്പോൾ ഒന്നും മോശമല്ല. ഒരാൾ പറഞ്ഞത് ആക്ഷനും കട്ടിൻ്റെ അടിയിൽ ഓക്കെയാണ്, ആരും പോരാ അങ്ങനല്ല. എന്തോ അത് നല്ലൊരു നടനായെന്നല്ല, പക്ഷെ അവരൊക്കെ വേണ്ടുന്ന സാധനം ഞാൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് തന്നെ വിശ്വസിക്കുന്നത്. അതുപോലെ ഇഷ്ടരാഗത്തിലും അങ്ങനെ തന്നെയാണ്. ചാക്കോ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് പ്രേക്ഷകൻ പോയി കാണണം. ഇപ്പോൾ ഇതിൽ കുറച്ച് ത്രില്ലർ മൂഡിലുള്ള സിനിമയെന്ന് ഡയറക്ടർ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് മീൻസ് അങ്ങനെ കുറച്ച് ഒരു സാധാരണ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണോ അതോ ഭയങ്കര അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ക്യാരക്ടറാണോ? ഇത് നോർമൽ ഒരുപാട് ലേയേഴ്സ് ഉള്ള ക്യാരക്ടറാണോ? ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു നമ്മളറിയാത്തൊരു ക്യാരക്ടറല്ല, നമ്മൾ ജീവിക്കുന്ന പല ആൾക്കാരുടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. കുറേ ആൾക്കാരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സാറ് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് റിയൽ ലൈഫ് സ്റ്റോറി തന്നെയാണ്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തുതിരുത്തുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് റിയൽ ലൈഫാണ്. സോ നമുക്ക് വേറെ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യത്തിലില്ല. നായകനും പുതുമുഖമാണ്. നിങ്ങൾ രണ്ടുപേരും ന്യൂ കമേഴ്സ് ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പേടിയുണ്ടായിരുന്നോ? പേടി ഇതെൻ്റെ പാഷനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ പേടി എന്നൊരു അവിടെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് എനിക്ക് എന്താണ് ഇതിൽ കൊടുക്കാൻ പറ്റുന്നത്, അതിൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ ഞാൻ കൊടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനിയും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ആക്ടിങ് പഠിക്കാൻ. ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാണോ അതോ അങ്ങനെ എന്തെങ്കിലും പ്രയോറിറ്റി നോക്കി വെച്ചിട്ടുണ്ടോ? അപ്പോൾ പ്രയോറിറ്റി എനിക്ക് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പടം കഴിഞ്ഞ് ക്ലിക്കായാൽ പിന്നെ പയ്യെ പഠിത്തമൊക്കെ മാറ്റി വെച്ചിട്ട് ഇല്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. ബിക്കോസ് രണ്ടും എൻ്റെ പാഷനാണ്. ഇപ്പോൾ എവിടെ പഠിക്കുന്ന? എവിടെയാണ്? ഇവിടെ മാരാത്നേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. സോ എൻ്റെ ഒരു അറിവിൽ രണ്ടും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. സോ ഒന്നിനു വേണ്ടി ഞാൻ ഒന്നിനും എടുത്തില്ല. അത് രണ്ടും ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇതെന്നെ ബിടെക് എടുപ്പിച്ചത് എൻ്റെ അമ്മേൻ്റെയോ അച്ഛൻ്റെയോ പുഷിങ് അല്ല, അത് എൻ്റെ ഇഷ്ടമാണ്. സോ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. ആക്ടിങ്ങിൽ ഞാൻ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ചെയ്യും. അപ്പോൾ ഉണ്ണിച്ചേട്ടാ പടം നല്ല 24 ഇറങ്ങുകയാണ്. എന്താണ് ഇപ്പോൾ കുറേ സിനിമകൾ ഈ വർഷം അല്ല 500 കോടി കിടന്നാൽ 4-5 സിനിമകളായി. അപ്പോൾ ഇഷ്ടരാഗം ഈ ഒരു സിനിമയെക്കുറിച്ചും ഈ പറഞ്ഞ പോലെ അച്ഛൻ വേഷം, ആദ്യത്തെ അച്ഛൻ വേഷമാണോ സിനിമയിൽ? അല്ലേ, ആദ്യത്തെ അച്ഛൻ വേഷമല്ലേ സിനിമയിൽ? അല്ല, ഇതിന് മുമ്പുണ്ട് അച്ഛൻ വേഷങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? തീർച്ചയായും എന്തായാലും സന്തോഷമുണ്ട്. ഇഷ്ടരാഗം ഇഷ്ടത്തോടെ തിയേറ്ററിൽ പോകണം. അത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവുന്നില്ലൊരു സംശയമില്ല. കാരണം അത് എടുത്തു വെച്ചതൊക്കെ അങ്ങനെയാണ്. നല്ല രസകരമായി ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ സംഗീതമായാലും പാട്ടായാലും എല്ലാ രീതിയിലും നല്ല ആർട്ടിസ്റ്റുകളാണ്, എല്ലാ പുതുമുഖങ്ങളുണ്ട്. സിനിമയിലെ സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും സിനിമ നല്ല സിനിമയാണ്, തിയേറ്ററിൽ പോയി കാണാൻ തന്നെയാണ് പറയുന്നത്. മെയ് 24 തിയേറ്റർ റിലീസ്. തിയേറ്ററിൽ പോയി കാണണം. ഏറെ സന്തോഷത്തോടെ. തീർച്ചയായും മുന്നേറ്റം പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടരാഗം മെയ് 24 തിയേറ്ററിലെത്തുകയാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോവുക, കാണുക. ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഡയറക്ടറോട് അറിയിക്കുക. അപ്പോൾ നല്ല പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും അത് നന്നായിട്ട് തന്നെ വരുമെന്നാണ് നമ്മുടെയൊക്കെ കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസത്തോടു കൂടി. ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയേണ്ട ആവശ്യമില്ല, എന്തായാലും പോയി കാണാം. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇതൊരു ഗുഡ് മെസ്സേജബിൾ മൂവിയാണ്. സോ ഈ ഒരു മെസ്സേജിന് വേണ്ടിയെങ്കിലും പോയി കാണണം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇനി ആ മൂവി വിജയിക്കണമെന്നല്ല, അത് ഓഡിയൻസിൻ്റെ കയ്യിലാണ്. എനിക്കത് ഗസ് ചെയ്യാനൊന്നും. ഇതിൽ ഉണ്ണിച്ചേട്ടൻ്റെ മകളായിട്ടാണ്. അതെ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും നായകനും നായികയായിട്ടും അല്ലെങ്കിൽ പെയറായിട്ട് സിനിമ വരുന്നുണ്ട്, വേറെ സിനിമ വരുന്നുണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഉണ്ണിയേട്ടൻ തന്നെയായിരുന്നു എന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പറഞ്ഞ പോലെ ആ നായിക വേഷം കുറേ ആൾക്കാരെ അവർ നോക്കി, പക്ഷെ ആരും സെറ്റായിട്ടില്ല. ഇപ്പോൾ ഫൈനലി അന്ന് ഉണ്ണിയേട്ടനെ അവർ കാസ്റ്റിംഗ് കോളൊക്കെ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞ്. അപ്പോൾ ഉണ്ണിയേട്ടനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ പോയി ചെയ്തു. അതും എനിക്കൊരു നല്ലൊരു ക്യാരക്ടറാണത്. അപ്പം ഇനി വീണ്ടും നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ മകളായിട്ട് ഒരു സിനിമ വരട്ടെ അല്ല, ഈ ഒരു കോമ്പിനേഷനിൽ അല്ലേ? റിയലി ഓക്കെ. എനിക്ക് മീൻസ് ഈവൻ 90 years ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് അത് രജിസ്റ്റർ ആവുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. മീൻസ് അതിനൊരു ഏജ് ബാർ അങ്ങനെയൊന്നുമില്ല, ക്യാരക്ടറാവാം ചെയ്യാം. പ്രത്യേകിച്ച് സിബി സാറിന്റെ സിനിമയിലൂടെ വന്നവരാരും പിന്നീട് അങ്ങനെ പോയിട്ടില്ല, എല്ലാവരും. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കും ഉണ്ട്. എന്തായാലും മെയിൻ സ്ട്രീമിൽ തന്നെ നല്ല കുറേ ക്യാരക്ടർ എനിക്ക്
ചെയ്യാൻ പറ്റണം എല്ലാവർക്കും. പിന്നെ ഉണ്ണിയേട്ടൻ പിന്നെ ഓൾറെഡി ബിക്കോസ് പ്രൂവൺ ആർട്ടിസ്റ്റ്. അപ്പം നമ്മൾക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അല്ലേ ഉണ്ണിയേട്ടൻ? അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.